നിങ്ങൾ തന്നെ 2 ചാരിറ്റി പ്രവർത്തനം പ്രാവശ്യം ചെയ്തു. കോഴിക്കോടുള്ള കന്നാലയത്തിലും ഇവിടുത്തെ സ്നേഹത്തിലും പോയി. അത് നന്മയാണ്, കരുണയാണ്. തിന്മയെ മാറ്റി നിർത്താൻ വളരെ കഠിനമായ പരിശീലനവും പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ തിന്മയെ മതി. മക്കൾ സ്കൂളിലും കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നതല്ലേ? ദൈവമേ, സ്കൂളുകളിലെല്ലാം മിഠായിയുടെ രൂപത്തില്, സ്റ്റാമ്പിന്റെ രൂപത്തില്, കൂട്ടുകാരുടെ രൂപത്തിൽ നിങ്ങൾ തകർക്കുന്ന മയക്കുമരുന്നുകൾ അവിടെയുണ്ട്. ചിറ്റുന്നുണ്ടാവില്ലേ? അവർക്കറിയാം. അപ്പോ മറ്റു നിർത്താൻ പറ്റുമോ? ഭയങ്കര പ്രയാസമാണ്. എന്നാൽ ക്ലാസ്സിലെ കൊച്ചിന് നോട്ട്ബുക്ക് ആണോ ഈസി ആയിട്ട് പിടിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ആപ്തവാക്യമായിട്ട് 2025 എടുത്തിരിക്കുന്നതാണ് ടു ഡു ഗുഡ് ആൻഡ് അവോയ്ഡ് ഈവിൾ. നന്മ ചെയ്യുക, തിന്മയെ മാറ്റി നിർത്തുക. 46 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇത് മുന്നോട്ട് അതിമനോഹരമായി പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണം നമ്മുടെ ഓരോ യൂണിറ്റും നയിക്കുന്നത് പെരിയ ബഹുമാനപ്പെട്ട വൈദികരാണ്. വൈദികരുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നേരത്തെ മെമ്പർ അറിഞ്ഞോ അറിയാതെ ഒരു കാര്യം പറഞ്ഞു, ഇത് രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കട്ടെ എന്ന്. സത്യമാണ് മെമ്പറെ, കാരണം ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് ശ്രേയസ്. ഇന്ന് നെറ്റിനകത്ത് അടിച്ചു നോക്കിയാൽ നമുക്ക് ശ്രേയസിന്റെ പ്രവർത്തനങ്ങൾ നിരവധിയായി നമുക്ക് കാണാൻ സാധിക്കും. ഈ കോഴിക്കോട് മേഖല പോലെ തന്നെ പാത്രം മറഞ്ഞതില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ കാലം കടന്നു പോയി എത്ര വേഗം